സന്യാസിനി സമൂഹത്തിൻ്റെ മദർ പ്രൊവിൻഷ്യൽസ് സുപ്പീരിയർ ജനറൽ ആർദ്ര, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇടവകാംഗങ്ങളെ, തിരുമൂലപുരം ഇടവകയും തിരുമൂലപുരം പ്രദേശവുമൊക്കെ ഒത്തിരിയേറെ സന്തോഷിക്കുന്ന നിമിഷമാണിത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ബഥനി സന്യാസിനി സമൂഹം ഈ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ധന്യൻ മറിവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹത്താൽ സ്ഥാപിതമായ ഈ സന്യാസിനി സമൂഹം അതിൻ്റെ 100 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നത് വലിയ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ്. തിരുമൂലപുരം ഈ പ്രദേശം ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ തുടക്കമാണ്. ഇവിടെ നിന്നാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ എല്ലാ ആരംഭവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വളർച്ചയും എല്ലാം തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ബേത്ത് ആബോധ് മലങ്കരയുടെ പിതൃഭവനം എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ കെട്ടിടം, ഇത് നമ്മെ സംബന്ധിച്ചൊരു വൈകാരിക ബന്ധമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ധന്യൻ മാറിവാനിയോസ് പിതാവ് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുമ്പോൾ, തിരികെ എത്തുമ്പോൾ അദ്ദേഹത്തിന് വസിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളുമൊക്കെ ചിലവഴിച്ചത് ഈ ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് കുതിർന്ന ഒരു മണ്ണാണിത്. ഇവിടെ നിന്നാണ് അദ്ദേഹം ശക്തി സ്വീകരിച്ച് സഭയുടെ വളർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനിടയായത്. ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു ഈ തിരുമൂലപുരം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, പുനരൈക്യത്തിന് ശേഷമാണ് തിരുമൂലപുരം ഈ പ്രദേശത്ത് അദ്ദേഹം വന്നത് എന്ന്. ഒരിക്കലുമല്ല. അതിനു മുമ്പ് ഓർത്തഡോക്സ് സഭയിൽ ഒരു വൈദികനായിരുന്നപ്പോഴും മെത്രാപ്പോലിത്ത ആയിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് വന്യപിതാവിൻ്റെ റംബാൻ പട്ടം നടന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷം മുണ്ടൻമലയിൽ നിന്നിറങ്ങി തിരുമൂലപുരം ലക്ഷ്യമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇവിടേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്ന സാഹചര്യമല്ലാതിരുന്നതിനാൽ വെണ്ണിക്കുളത്ത് തങ്ങി അതിനുശേഷം അദ്ദേഹം ഈ പ്രദേശത്തേക്ക് വന്നു. ഈ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ കത്തോലിക്ക സഭയിൽ ആരംഭിക്കുന്നത്. അതിനാൽ ചരിത്രപരമായിട്ട് ഒത്തിരി പ്രാധാന്യമുള്ള അനുഗ്രഹീതമായ മണ്ണാണിത്. അതോടൊപ്പം തന്നെ ഇത് ഒരു ബഥനി സന്യാസിനിയുടെ പത്രമേനിയായിട്ട് കിട്ടിയ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ഒരു വലിയ ബന്ധമാണ് ഈ സ്ഥലത്തിന് അല്ലെങ്കിൽ ബഥനി സന്യാസിനി സമൂഹത്തിന് ഈ സ്ഥലവുമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആമുഖമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ധന്യനായ മാറിവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും അനേകം ഘാതങ്ങൾ താണ്ടുവാനായിട്ട് ഈ സന്യാസിനി സമൂഹത്തിന് എല്ലാ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമൂലപുരം പ്രദേശത്തിൻ്റെയും തിരുമൂലപുരം ഇടവകയുടെയും ഈ നാടിൻ്റെ മുഴുവൻ ആദരവും സ്നേഹവും നന്മകളും ബഥനി സന്യാസിനി സമൂഹത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റവും നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ശുശ്രൂഷകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായി ഉണ്ടാകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ ധൂപ പ്രാർത്ഥന നടത്തി വന്യപിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലൂയ ദാവീദിനെയോർത്ത്
ബാരക്കും ശുഭഹോല ബോല ബുരോവൽ റൂഹോ കാദീശോ ശുചിയൊടു ശുദ്ധ്യാപസ്കുദിശ സ്തോമൻഗാലോസ് ബാർഖിമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാർഖിമോർ പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ച് കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തി തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നതുമായ കർത്താവേ, അവിടുത്തേക്ക് സ്തുതി. ധന്യനായ മാറിവാനിസ് പിതാവിൻ്റെ ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധന നിനക്ക് യോഗ്യമാകുന്നു. ബഗൽഹോനിയമോ സ്വതഹയാലുൽമീ ബാർക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായാകുന്ന ദൈവം തമ്പുരാനെ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുൻപാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യൻ മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്ക് വേണ്ടിയും ആചാര്യന്മാർക്കും നിർമ്മലരായ ശമ്മാശന്മാർക്ക് വേണ്ടിയും അശുദ്ധരും നിന്റെ ദാസനുമായി ഞങ്ങൾ നിന്റെ ദയയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാനെ, അവരെ നീ ന്യായം വിധിക്കരുതേ. കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായ്കളും നാവുകളും അടച്ചുപൂട്ടിയവയായി തീരുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാർ അവയെ അന്ധകാരമയമാക്കി തീർക്കരുതേ. ദൈവമായ കർത്താവേ, വിശുദ്ധങ്ങളും വന്ധ്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറക്കുമർഹോശോ വബുകോല സുബാൻ ലവൽ മിൻ മനലൂഹുൻ കാബിൽ ഹുസോയോദ് ഹൗബേശ് ബുഗുനോ ദൗദോഹി വദ്രായിഹുനുൽ മൽവോലും വൽമീൻ. ദൈവം സൃഷ്ടിച്ചതത്തെ സൃഷ്ടാ ദൈവസുതാമിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാ
ആഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭേണം മുറിയോറാ പരിചിൽ മുടഞ്ഞൊരു നൽമുടികൾ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചവരെയും മണിപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ബലഹീനവും കുറ്റമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നത സിംഹാസനം മുമ്പ് കേൾക്കപ്പെട്ട് അങ്ങനെ തീർക്കണമേ. ആബോ ബ്രോ റൂഹോ കാദിശോശോ വബുകുലിസുബാലോമീൻ പ്രിയലായിസൂൻ ധൂപപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മാത്യു പുനക്കുളം വെച്ച, സന്തോഷ് അഴകത്തച്ച, എബി അച്ച, കൂടെയായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രിയബഹുമാനപ്പെട്ട മദർ ആർദ്ര, മദേഴ്സ്, മാറിവാന്യൂസ് പിതാവിൻ്റെ വസിച്ച ഭവനത്തിലേക്ക് തന്നെ, ബെത്ത് ആബോയിലേക്ക് തന്നെ നമുക്ക് കടന്നു വരുവാനും പിതാവിൽ നിന്നുള്ള അനുഗ്രഹം കൂടുതൽ നന്മയോടുകൂടെ കൃപയോടുകൂടെ ലഭിക്കുന്നതിനും വേണ്ടി ഇവിടെ ഇങ്ങനെയൊരു ധൂപപ്രാർത്ഥന ക്രമീകരിച്ച വന്യ വൈദിക ശ്രേഷ്ഠർക്കും ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും വിശുഖാനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ശതാബ്ദി ദീപശിഖ പ്രയാണ യാത്രയെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കുന്നതിനായി പ്രിയ സ്നേഹമുള്ള സിസ്റ്റർ സിൻസിയെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മദർ ജനറൽ കൗൺസിലേഴ്സ്, മദർ പ്രൊവിൻഷ്യൽസ് കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ദൈവജനമേ, 1653 കൂനംകുരിശ് സത്യത്തെ തുടർന്ന് കേരള സഭ 2ആയി പിളർന്നു. സഭാഗാത്രത്തിന് നേരിട്ട മുറിവ് സഭ ഐക്യത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ദൈവദാസൻ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ധീരതയോടെ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ തൻ്റെ ഉദ്യമം സഫലമാക്കുകയും ചെയ്തു. സ്വയം പ്രതിഷ്ഠിതരായ വ്യക്തികളിൽ കൂടി മാത്രമേ സഭയിൽ ശാശ്വതമായ ഒരു പരിഹാരം നേടാനാവൂ എന്ന് വിശ്വസിച്ച് 1919 മുണ്ടൻമലയിൽ ബഥനി സന്യാസ സമൂഹം സ്ഥാപിച്ചു. സമൂഹ നിർമ്മിതിയിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കി സ്ത്രീകൾക്ക് വേണ്ടിയും ഒരു സന്യാസ സമൂഹം വേണമെന്ന് ആഗ്രഹിച്ച പിതാവ് ഗൃഹാന്തർഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് കുടുംബങ്ങളിൽ വെളിച്ചം വിതറാൻ സ്ത്രീകൾക്ക് വേണ്ടി 1925 സെപ്റ്റംബർ 8 ബഥനി സന്യാസിനി സമൂഹവും സ്ഥാപിച്ചു. 2025 ബഥനി സന്യാസിനി സമൂഹം അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ പുനരൈക്യത്തിൻ്റെ പിള്ളത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്ന ഈ തിരുമൂലപുരം മണ്ണിൽ നാം നിൽക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ വലിയ ആശീർവാദം ഏറ്റുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ജെറുസലേം പുത്രി നീ ആർപ്പ് വിളിക്കുക, സിയോൻ പുത്രി നീ ആഹ്ലാദിച്ച് ആനന്ദിക്കുക, എന്തെന്നാൽ രാജാവ് നിന്നിലേക്ക് എഴുന്നള്ളുന്നു. ഈ ഒരു സക്രിയയുടെ പ്രവചനം
തിരുമൂലപുരം മണ്ണിനെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പുനരൈക്യത്തിൻ്റെ പിള്ളത്തൊട്ടിലായ തിരുമൂലപുരം മണ്ണെ ആർപ്പ് വിളിക്കുക. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ജന്മം നൽകിയ ഈ പുണ്യഭൂമിയെ ആഹ്ലാദിച്ച് ആനന്ദിക്കുക. എന്തെന്നാൽ മലങ്കര കത്തോലിക്ക സഭയിൽ അതിന് ജന്മം കൊടുക്കുവാനും അതിന് വേണ്ടുന്ന ഉൾക്കരുത്ത് മുഴുവൻ പകർന്നു കൊടുക്കുവാനും ഈ പുണ്യഭൂമിക്ക് സാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 18 തുടക്കം കുറിക്കുന്ന ശതാബ്ദിയുടെ മുന്നോടിയായിട്ട് ഇന്ന് ഈ ദീപശിഖ പ്രയാണം ഇവിടെ എത്തുമ്പോൾ തിരുമൂലപുരത്തെക്കുറിച്ച് പറയുവാൻ അപദാനങ്ങൾ ഏറെയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പുനരൈക്യത്തിന് മുൻപ് തന്നെ മാറി വൈനിയോസ് പിതാവ് വന്ന് താമസിച്ച് ദൈവഹിതം ആരാഞ്ഞ് പ്രാർത്ഥിച്ച് നിരന്തരം ദൈവത്തിൻ്റെ ഹിതത്തിനായി കാത്തിരുന്ന ഒരു പുണ്യസ്ഥലം. 1930 ഓഗസ്റ്റ് 20 ബഥനി സന്യാസ ഭവനവും സകല സ്വത്തുക്കളും വിട്ട് ഇറങ്ങി സന്യസ്തരെ വെണ്ണിക്കുളത്ത് മാമല സ്കൂളിൽ താമസിപ്പിച്ച് പിതാവ് തിരുമൂലപുരത്തേക്ക് കടന്നു വന്ന് 1 മാസം ഇവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ പിതാവ് മുന്നോട്ടുള്ള എല്ലാ ഭാവി പദ്ധതികളും പിതാവിനോട്, സർവശക്തനായ പിതാവിനോട് ആരായുകയായിരുന്നു. പുനരൈക്യത്തിനായിട്ട് മാർ തെയോഫിലോസ് പിതാവിനെയും മറ്റ് അനുയായികളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നാണ് പിതാവ് കൊല്ലത്തേക്ക് യാത്ര തിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ പുനരൈക്യം സാധിച്ച് തിരിച്ച് തിരുമൂലപുരത്തേക്ക് വരുമ്പോൾ പുലിക്കോട്ടിൽ റമ്പാച്ചനും ചേപ്പാട്ട് റമ്പാച്ചനും സഹർഷം സ്വീകരിക്കുകയും അന്ന് തന്നെ അവരെ കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുത്തുകയും ചെയ്തു. ഈ പുണ്യഭൂമിയിൽ വന്നു നിന്നാണ് മാർ തെയോഫിലോസ് പിതാവും ഇവാനിയോസ് പിതാവും ഭാവി സഭയെക്കുറിച്ചുള്ള സകല തീരുമാനങ്ങളും എടുക്കുന്നത്. തൻ്റെ ഗുരുവായ ദിവന്യാസ്യോസ് പിതാവ് തൻ്റെ പുനരൈക്യ ശ്രമത്തെ പിന്തിരിപ്പിക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾക്കൊന്നും കീഴ്പ്പെട്ടു പോകാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം പിതാവിനോട് വിട വാങ്ങിയ നെഞ്ചുരുകി തകർന്ന സ്ഥലവും ഇവിടെയാണ്. ഒറ്റപ്പെടലിൻ്റെയും പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പട്ടിണിയുടെയും വലിയ ആത്മീയ ധൈര്യം ഏറ്റെടുത്തതായ സ്ഥലം. ഇനിയും തിരുമേനി ആരോട് തെണ്ടുമെന്ന് തൻ്റെ ഗുരു ചോദിച്ചപ്പോൾ ദൈവാശ്രയത്തെ മുതൽക്കൂട്ടായി കണ്ടുകൊണ്ട് ദൈവാശ്രയം മാത്രം മുകളിൽ കരുതിക്കൊണ്ട് പിതാവ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന പരിശുദ്ധമായ സ്ഥലം. റമ്പാച്ചന്മാരെ അന്ന് തന്നെ കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുത്തുകയും പ്രിയപ്പെട്ട ബഥനി സന്യാസിനി സമൂഹത്തിലെ 10 അംഗങ്ങളെയും 22-ാം തീയതി മലങ്കര കത്തോലിക്ക സഭയിലേക്ക് പിതാവ് ചേർത്ത പുണ്യസ്ഥലം. ആ ദിവസങ്ങളിൽ ഇവിടെയായിരുന്ന ഓർത്തഡോക്സ് സമൂഹത്തിലെ പലരും പുനരൈക്യപ്പെട്ടത് ഇവിടുത്തെ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ചാപ്പലിലായിരുന്നു. നാം നിൽക്കുന്നതായി ഈ പിതൃഭവനം, ഇതിൻ്റെ ഓരോ തരി മണ്ണും നമ്മളോട് പറയുന്നത് ഈ തിരുമൂലപുരം സ്ഥലവും പ്രദേശവും പുനരൈക്യത്തിനും മലങ്കര സഭയുടെ ജന്മത്തിനും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. മാർ അത്തനാസ്യോസ് പിതാവ് ഈ ഇടവകയുടെ മകനാണ്. മലങ്കര കത്തോലിക്ക സഭയിലേക്ക് ആദ്യമായിട്ട് പുനരൈക്യപ്പെട്ടത് നമ്മുടെ ആദ്യ 10 മദർമാര് ഇവിടുത്തെ ചാപ്പലിലാണ്. ബഥനി സിസ്റ്റേഴ്സിന്റെ ചാപ്പലിലാണ് പ്രധാനപ്പെട്ട ആ സമയത്ത് പുനരൈക്യപ്പെട്ട പലരും തൻ്റെ പുനരൈക്യം സഭ ഐക്യവും ഏറ്റുപറഞ്ഞത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മദർ തൈബൂസിന്റെ
പിതൃസ്വത്തായിട്ട് കിട്ടിയ സ്ഥലത്താണ് ഇന്ന് നാം ഇവിടെ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം നാം സന്തോഷത്താൽ പുളകിതരാകണം. മാർ ദിയസ്കോറോസ് പിതാവ് യാക്കോബായ ജ്ഞാനായ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം പിതാവിൻ്റെ അവസാനത്തെ 4 വർഷങ്ങൾ തപശ്ചര്യയിൽ ചിലവഴിച്ച പുണ്യഭൂമിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വന്ധ്യപിതാവ് അനിശ്ചിതത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും കാലത്തൂടെ കടന്നുപോയപ്പോൾ കണ്ണുനീരിൻ്റെയും രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ മുട്ടിന്മേൽ കൈ വിരിച്ചു പിടിച്ചു നിന്ന കണ്ണുനീരാൽ പ്രാർത്ഥനയിൽ തൻ്റെ ഹിതത്തിനു വേണ്ടി കാത്തിരുന്ന പുണ്യഭൂമിയിലാണ് നാം നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ആദ്യ മദർമാരെല്ലാവരും തന്നെ മദർമാർ അവരുടെ എല്ലാ ആത്മീയ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് പിതാവ് വന്ന് താമസിച്ചതും തിരുമൂല മഠത്തിനടുത്തുള്ള ഹട്ടിലാണ്. സ്ത്രീ സമുദ്ധാരണത്തിന് പ്രാധാന്യം കൊടുത്ത വന്യപിതാവ് പെൺകുട്ടികൾക്കായി ഒരു വിദ്യാഭ്യാസ സമൂഹം സ്ഥാപിക്കണമെന്ന ആഗ്രഹത്താല് ഇവിടെ നടത്തിക്കൊണ്ടുവന്ന ബാലികാമഠം സ്കൂള് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ആശയത്തിനോട് ചേർന്ന് മഠത്തിനോട് ചേർന്ന് പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ബാലികാമഠം എന്ന പേര് കൊടുത്തു. 10 വർഷത്തോളം സിസ്റ്റേഴ്സിൻ്റെ പരിപാലനയിലായിരുന്ന സ്കൂള് പിന്നീട് സിസ്റ്റേഴ്സ് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടപ്പോൾ അതും വിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം നല്ലിടയൻ സ്കൂൾ എന്ന പേരിൽ അന്ന് 1920 മുതലേ നടത്തിക്കൊണ്ടുവന്ന സ്കൂള് ഇന്ന് ജില്ലയിലെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന തിരുമുല വിലാസ സ്കൂളായിട്ട് പ്രശോഭിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളെല്ലാം ഓർത്ത് തമ്പുരാന് നന്ദി പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ദീപശിഖയിലെ പ്രകാശം പരിലസിച്ച് നിൽക്കുന്നത് പോലെ മലങ്കര കത്തോലിക്ക സഭ എന്ന ലോകം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുമ്പോൾ ഈ ദീപശിഖയിലൂടെ നമ്മൾ ലോകത്തോട് വിളിച്ചോതുന്ന വലിയൊരു സന്ദേശമുണ്ട്. ക്രിസ്തു ലോകത്തിന് പ്രകാശം പരത്തിയതുപോലെ സുവിശേഷത്തിന്റെ വലിയ ദൗത്യം ലോകമെങ്ങും പരത്തുവാൻ നാം ഇനി ലോകാവസാനത്തോളം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന വലിയൊരു സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദീപം ഒരു പക്ഷെങ്കിൽ ജൂബിലി അവസാനിക്കുന്നതോടെ നമ്മൾ കെടുത്തുമായിരിക്കും. പക്ഷേ സുവിശേഷ സന്ദേശത്തിന്റെ വലിയ ദീപം ഹൃദയത്തിൽ കത്തിച്ചുകൊണ്ട് കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നും മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള വലിയ ദൗത്യം നമ്മൾ ഉറച്ച തീരുമാനത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രയാണം ആരംഭിക്കാം. ഇന്നോളം നമ്മളെ വളർത്തിയ വഴി നടത്തിയ എല്ലാ അഭിമന്യ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും നമ്മുടെ മുൻ എല്ലാ സിസ്റ്റേഴ്സിനെയും ജ്യേഷ്ഠ സഹോദരിമാരെയും എല്ലാ ആത്മായ സഹോദരങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മളിവിടെ കടന്നു വന്നപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ കാത്തിരുന്ന് നമ്മളെ സ്വീകരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വൈദികര് അനേകം പേര് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ സമൂഹത്തിലെ ഒരു അംഗത്തെ പോലെ ഇവിടെ ആയിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും വർഗീസ് അച്ഛനോടും പ്രിയപ്പെട്ട എല്ലാ വൈദികരോടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇടവകയിലെ എല്ലാവരും സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികൾ എല്ലാവരോടും സമൂഹത്തിൽ മദർ ജനറലിൻ്റെ പേരിൽ കൗൺസിലേഴ്സിൻ്റെ പേരിൽ സമൂഹത്തിലെ എല്ലാ പ്രൊവിൻസിലെയും മദർമാരുടെ പേരിൽ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും പേരിലുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഞങ്ങളോടൊപ്പം അനുഗ്രഹമഴയായിട്ട് എന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾ തമ്പുരാൻ്റെ അനന്തമായ കരുണയ്ക്കും കൃപയ്ക്കും കൂപ്പുകരങ്ങളോടെ നന്ദി പറയുകയാണ്. ഇന്നലെ മുണ്ടൻമലയിൽ പെരുന്നാട്ടിലെ ആശ്രമത്തിൽ നിന്നും പ്രാർത്ഥനയോടെ നമ്മുടെ ദീപശിഖ പ്രയാണം ആരംഭിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്യ മദർമാരോടെല്ലാം പ്രാർത്ഥനയും അപേക്ഷകളും സമർപ്പിച്ച് നന്ദി അർപ്പിച്ച് പ്രാർത്ഥനയോടെ അവിടെ നിന്നും പദയാത്രയായി വന്യദാതനായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിങ്കൽ എത്തിച്ചേർന്നു. അത്യഭിമന്യ കാതോലിക്ക ബാവ തിരുമനസ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ ഈ ദീപശിഖ ബഥനിയുടെ പല സ്ഥലങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി ഇന്ന് ഈ സമയത്ത് ഈ പ്രൊവിൻഷ്യൽ ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, 100 വർഷങ്ങൾക്ക് മുൻപ് വന്യദാതനായ മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ച ഈ പുണ്യ സന്യാസ ജീവിതം ദൈവസമ്പാദനമാണ് ലക്ഷ്യം. ദൈവസേവനത്തെക്കാൾ അത്യുത്തമമാണ് ദൈവസമ്പാദനമെന്ന് പിതാവ് അരുളി ചെയ്ത് ദൈവസമ്പാദനത്തിന് വേണ്ടി സന്യാസിനിമാരെ തിരഞ്ഞെടുത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിനും അതിലുപരി ഒരു സഭയുടെ തന്നെ നവീകരണത്തിനും വ്യക്തിപരമായ നവീകരണത്തിനും ലോകത്തിൻ്റെ നവീകരണത്തിനും ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം ഫലമേൽപ്പിച്ച പുണ്യസുദിനങ്ങളെ ഈ സമയം നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. 1925 സെപ്റ്റംബർ 21 ആദ്യ മദീസായിരുന്ന മദർ ഷൈന, മദർ ഹൂബ, മദർ ദനഹ എന്നിവർ സന്യാസ പ്രതിഷ്ഠ ചെയ്ത് സന്യാസ ജീവിതത്തിന് തുടക്കം കുറിച്ച പുണ്യ സ്ഥലമാണ് ഇത്. അതിനു മുൻപ് തന്നെ 1915 കുലീന കുടുംബത്തിൽപ്പെട്ട വനിതകളെ പിതാവ് ബാരിസോഡിലേക്ക് കൊണ്ടുപോയി അവിടെ കൽക്കട്ടയിൽ ഓക്സ്ഫോർഡ് മിഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. 1920 മെയ് മാസത്തിൽ വന്യപിതാവിനോടൊപ്പം പരിശീലനത്തിലിരുന്ന സന്യാസാർത്ഥിനികൾ ഈ തിരുമൂലപുരത്ത് താമസമാക്കി. പിതാവ് ഈ പരിശീലനത്തിനായിട്ട് നിയോഗിച്ചിരുന്നത് ഓക്സ്ഫോർഡ് മിഷണറി സമൂഹത്തിൻ്റെ സ്ഥാപകയായ മദർ ഈഡിത്ത്, പരിശീലകയായി തിരഞ്ഞെടുത്തത് സിസ്റ്റർ ഹെലൻ എന്നിവരെയായിരുന്നു. അങ്ങനെ 1920 ആരംഭിച്ച ഈ പരിശീലനം 1925 സെപ്റ്റംബർ 21 ഇവിടെ പൂവണിഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, എത്രയോ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പുണ്യസ്ഥലത്താണ് നാം ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന്. ഇന്ന് രാവിലെ മദർ സൂചിപ്പിച്ചതുപോലെ കൃപയുടെ അനുഗ്രഹങ്ങളുടെ 100 വർഷങ്ങൾ പിന്നിടുകയാണ്. 1920 പിതാവ് മിസ്സസ് ബ്രൂക്ക് സ്മിത്ത് എന്ന ഇംഗ്ലീഷ് വനിതയെ ഈ ബാലികാ മഠത്തിൻ്റെ സമർപ്പണത്തിനായിട്ട് കൊണ്ടുവരികയും 1920 ബാലികാ മഠം
ആരംഭിക്കുകയും ചെയ്തു. മിസ് ബ്രൂക്ക് സ്മിത്തിനോടൊപ്പം മിസ് ഹോംസും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ ബാലികാ മഠത്തിൻ്റെ പ്രിൻസിപ്പലായിരുന്നത് ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സിലെ ഒരാളായ സിസ്റ്റർ മേരി വിക്ടോറിയ ആയിരുന്നു. അങ്ങനെ 1920 മുതൽ ഇവിടെ ആരംഭിച്ച ബാലികാ മഠം സ്കൂളിൽ അന്നിവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ 1930 വരെ നൽകപ്പെട്ടു. ആയിരത്തി 1920 ബാലികാ മഠം ആരംഭിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള സാറിൻ്റെ പണി തീർത്തിരുന്ന കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടം ബാലികാ മഠം വനിതകൾക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സാധിക്കാതെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിരമിച്ചു. ഈ സമയത്ത് പിതാവിൻ്റെ ഉൾക്കാഴ്ചകൾ ആ വിദ്യാലയത്തിലേക്ക് പോവുകയും ഈ പ്രദേശത്തുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് ആ ബാലികാ മഠം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയാണ് മിസ് ബ്രൂക്ക് സ്മിത്തിനെ ഇവിടേക്ക് കൊണ്ടുവരികയും 1920 ബാലികാ മഠം സ്കൂൾ ആരംഭിക്കുകയും ചെയ്തത്. അന്ന് ഈ ബാലികാ മഠം സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിൽ ഒരു പ്രൈമറി സ്കൂൾ ആരംഭിച്ചിരുന്നു. ഈ പ്രൈമറി സ്കൂളാണ് മഠത്തിനോട് ചേർന്ന് ഇപ്പോൾ കാണുന്ന തിരുമൂല വിലാസ സ്കൂൾ എന്നറിയപ്പെടുന്നത്. ആദ്യം അതിൻ്റെ പേര് നല്ലിടയൻ സ്കൂൾ എന്നായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഇവിടെ നിന്ന് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് ചുരുക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നല്ലതെന്ന്. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഈവാനിയൻ ഹട്ട് എന്ന് പറയുന്നത് 1920 തന്നെ മാർ ഇവാനിയസ് പിതാവിൻ്റെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ പണി കഴിപ്പിച്ച ഒരു ചെറിയ കുടിലായിരുന്നു. സിസ്റ്റേഴ്സിനെ സന്ദർശിക്കുവാനായിട്ട് വരുമ്പോഴൊക്കെ ഔദ്യോഗികമായ കാര്യങ്ങൾ പറയുവാനായിട്ട് പിതാവ് അവിടേക്കാണ് സിസ്റ്റേഴ്സിനെ വിളിച്ചിരുന്നത്. മദസൽഗായുടെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 18-ൽ പരം പ്രാവശ്യം ഈ ഈവാനിയൻ ഹട്ടിനെ കുറിച്ച് മദസൽഗ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുണ്യമായ ഒരു സ്ഥലത്താണ് നാം ഇവിടെ ആയിരിക്കുക. വീണ്ടും ഒരു കാര്യം കൂടി ഓർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് പ്രാർത്ഥിച്ച മലങ്കരയുടെ പിതൃഭവനമെന്ന ആ മന്ദിരം 1920 അടുത്ത് തന്നെ പിതാവ് വാങ്ങിയ സ്ഥലമാണ്. 1920 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ പിതാവ് പല പ്രാവശ്യവും അവിടെ താമസിക്കുകയും മുണ്ടൻമലയിൽ നിന്ന് ഇവിടെ വരുമ്പോഴൊക്കെ താമസിച്ചിരുന്നത് ആ സ്ഥലത്താണ്. പ്രിയപ്പെട്ട തേഫിലോസ് പിതാവും അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ മുണ്ടൻമലയിൽ പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ അലക്സിയോസ് ശമ്മാസിനും ഒക്കെ ഒത്തിരിയേറെ ദിവസങ്ങൾ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്ഥലമായിരുന്നു അത്. ഇന്ന് ഈ പുണ്യമായ സ്ഥലത്ത് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ എല്ലാ പ്രൊവിൻസിൽ നിന്നുമുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. മദറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മന്നിപിതാവിൻ്റെ കബറിങ്കിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് ഈ തിരുമൂലപുരത്തേക്ക് വരിക എന്നുള്ളത്. ഇന്നലെ മുതൽ ആരംഭിച്ച ഈ പ്രയാണം ഇന്ന് അനുഗ്രഹ പൂമഴയായി ഇവിടെ ആയിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മദറിനെയും എല്ലാ പ്രിയപ്പെട്ട മദേഴ്സിനെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള സിസ്റ്റേഴ്സിനെയും തിരുമൂലപുരം ഇടവകാംഗങ്ങളെയും MCYM പ്രതിനിധികളെയും തിരുവല്ല അതിരൂപത MCYM സെക്രട്ടറി ജിതിനെയും
ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MCYM അതിരൂപത ഡയറക്ടർ പ്രിയപ്പെട്ട കുരിശുമൂട്ടിലച്ഛൻ കല്ലിശ്ശേരിയിൽ നമുക്ക് ഒരു വരവേൽപ്പ് നൽകി. പ്രിയപ്പെട്ട അച്ഛനെയും സംഘാംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്നും ഈ ദീപത്തിൽ നിന്ന് ഉയരുന്ന പ്രകാശക്കണികൾ ലോകമെങ്ങും പരത്തുവാൻ മാർ ഇവാനിയോസ് പിതാവ് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ മുഴുവൻ ആവഹിച്ചെടുത്ത് അത് നമുക്കായി നൽകിയതുപോലെ, അനേകർക്കായി നൽകിയതുപോലെ, ലോകത്തിന് വേണ്ടി നൽകിയതുപോലെ നമുക്കും ഈ പ്രകാശകണങ്ങൾ സ്വീകരിച്ച് സുവിശേഷ ചൈതന്യമായി ഈ ലോകത്തിലേക്ക് പോകാം. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നുവരെയും നമ്മെ സഹായിച്ചിട്ടുള്ള, നമ്മെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച, നമ്മുടെ വളർച്ചയിൽ നമ്മെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കാം. ഇന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് തിരുവല്ല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കുറുലോസ് പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം എന്ന്. എന്നാൽ പിതാവ് ഇവിടെ ഇല്ല. പിതാവിൻ്റെ എല്ലാവിധമായ ആശംസകളും നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങൾ ഏറ്റവും സാദരം സ്വീകരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇപ്പോൾ ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ അൾത്താരയിലേക്ക് ക്ഷണിക്കുന്നു ധൂപപ്രാർത്ഥനയ്ക്കായിട്ട്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ശരിയപ്പെടുമാറാകണമേ. തമ്പുരാനെ, നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിൻ്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറൻ മാലോഹാൻ ലവൽ മീൻ ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിനെ ഓർത്ത് നിൻ പുത്രൻ
ശുചിയോട് ശുദ്ധ്യാഭസ്കുദിശ സ്തവങ്കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനുസ്വരമായ നല്ല ഉന്നതിയും സദാ ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് തൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിന് സ്തുതി. നിന്റെ ദാസനും ഞങ്ങളുടെ വന്യപിതാവുമായ ധന്യന്മാർ യുവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ ഒഴിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ദൈവമേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുൻപാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ വന്യപിതാവ് ധന്യന്മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും ആചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്ക് വേണ്ടിയും അശുദ്ധരും നിന്റെ ദാസരുമായ ഞങ്ങൾ നിന്റെ ദയയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ നീ ന്യായം വിധിക്കരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നി കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീക കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ചുപൂട്ടുകയായി തീരുവാൻ തക്കവണ്ണം അവയെ മൗനമാക്കരുതേ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാർ അവയെ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചുള്ള കരങ്ങൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾ ഓരം ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോർ ദൈവത്തിന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വൈദികരെ പിഞ്ചൽ നിർമ്മലരാ
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ നിൻ്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ ബബുകുലസുബാൻ ലവൽ മീൻ. ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ഉത്തരമരുള ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. മറക്കുമോ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട പുനക്കുള്ള അച്ഛൻ, വർഗീസ് ചമക്കാലയിൽ അച്ഛൻ, കുരിശുതറി അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, തിരുവല്ല പ്രോവിൻസിൻ്റെ മദർ സുപ്പീരിയർ, മദർ പ്രൊവിൻഷ്യൽ, മദർ ജോബ്സി, പ്രിയപ്പെട്ട മദേഴ്സ്, സ്നേഹമുള്ള കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ ജീവിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. കൃതജ്ഞതയുടെയും സന്തോഷത്തിൻ്റെയും ഒരുപാട് ഹൃദയവികാരങ്ങളോടെയാണ് ഞാനിവിടെ ആയിരിക്കുക. ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഭാഗ്യങ്ങളുടെ കലവറയിൽ നിന്ന് ബഥനിയുടെ ജന്മഗൃഹത്തിലേക്കുള്ള നമ്മളുടെ പ്രയാണം, അതും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ നമ്മയൊക്കെയും പ്രകാശമാകുവാൻ വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നാം ഇന്ന് പദയാത്രയായി രാവിലെ ബഥനി, പ്രത്യേകിച്ച് തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് ഭാഗ്യങ്ങളുടെ കലവറയായ നമ്മളുടെ പിതാവിൻ്റെ, വന്യപിതാവിൻ്റെ ഖബറിങ്കിലേക്ക് യാത്രയായി. അഭിമന്യനായ അത്യഭിമന്യ ബാബ തിരുമനസ് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച ദീപശിഖയുമായി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവം നമുക്ക് നൽകിയ ഈ നന്മയ്ക്കും കൃപകൾക്കുമായിട്ട് തമ്പുരാന് നന്ദി പറയുകയാണ്. കാരണം ബഥനി സന്യാസിനി സമൂഹം 1925 സെപ്റ്റംബർ മാസം 21-ാം തീയതി അഭിമന്യനായ മറിവാനിയോസ് പിതാവ് അതിന് രൂപം കൊടുത്ത് നമ്മെ ഏൽപ്പിച്ച് 1953 ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പിതാവിൻ്റെ ദർശനവും പിതാവിൻ്റെ ചൈതന്യവും കെടാതെ സൂക്ഷിക്കുവാനായി നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം ഇന്ന് ഉജ്ജ്വലമായി പുതിയ വീര്യത്തോടെ, പുതിയ ചൈതന്യത്തോടെ നാം ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി നാം പ്രതിബദ്ധരാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഈ ദീപശിഖ പ്രയാണം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ നന്ദി ഞാൻ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ അറിയിക്കുകയാണ്. ആദ്യമേ തന്നെ സഭയുടെ തലവനും പിതാവുമായ അത്യഭിനന്ദനായ ബാബ തിരുമനസ് നമ്മോടൊപ്പം ഇന്ന് രാവിലെ കുറേ സമയം ചിലവഴിച്ചു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പിതാവ് നൽകി. പിതാവ് ബഥനിയുടെ പരിപാലകനെന്നൊക്കെ പറയുമ്പോൾ അത് ചില കൂടിപ്പോയെന്ന് തോന്നുമെങ്കിലും ഏതൊരാവശ്യത്തിലും കൂടെ നിന്ന് ബലപ്പെടുത്തുന്ന പിതാവിൻ്റെ സാന്നിധ്യം നന്ദിയോടെ പിതാവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഞാൻ ഓർക്കുകയും പിതാവിന് നന്ദി പറയുകയും ചെയ്യുന്നു.
പ്രിയപ്പെട്ട മദർ സാന്ദ്രയുടെ നേതൃത്വത്തിലാണ് ഈ ദീപശിഖ പ്രയാണം ക്രമീകരിച്ചത്. ആദ്യമേ ഇങ്ങനൊരു വലിയ പദ്ധതിയെക്കുറിച്ചൊന്നും ചിന്തയില്ലായിരുന്നു. ഒരു കാര്യം മാത്രം, അഭിമന്യ പിതാവിൻ്റെ, അതായത് മാറിവാൻ നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിച്ച് ഒരു പ്രയാണം ഇവിടേക്ക് നടത്തി ഇവിടെ ആയിരിക്കുക എന്നുള്ള ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ദൈവം ഇപ്രകാരം ക്രമീകരിച്ചത്. മദർ സാന്ദ്ര അതിനൊരുപാട് ത്യാഗമെടുത്തു. പ്രത്യേകിച്ച് മദർ അവിടെ അതിനുവേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ അതിനുവേണ്ടി ഒരുക്കി, വാഹനങ്ങൾ ഒരുക്കി, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യഥാസമയം ചെയ്തു കൊടുത്തു. ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് സാധാരണഗതിയിൽ വീഡിയോയും പിന്നെ ഇതൊക്കെ ആയിട്ട് എങ്ങും കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ബഥനിയുടെ ചരിത്രത്തിൽ തന്നെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ബെത്ത് മീഡിയയ കുറേ കാലമായിട്ട് ഈ ബെത്ത് മീഡിയ നമ്മളുടെ ഇടയിൽ വളരെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സിസ്റ്റർ റോസ്, സിസ്റ്റർ വചന, സിസ്റ്റർ പ്രസൂന, പിന്നെ ഇവിടെയുള്ള പ്രിയപ്പെട്ട മീഡിയയുടെ എല്ലാ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട മദർ ജോബ്സി, മദർ തേജസ്, മദർ തമീം, മദർ ജോസ്ന ബഥനിയുടെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന, വളർത്തുന്ന, എന്ത് കാര്യം പറഞ്ഞാലും ഒരുമിച്ച് ചെയ്യുവാൻ അതിനുവേണ്ട ത്യാഗം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട മദേഴ്സ്, നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ ആ വലിയ പരിശ്രമമാണ് ബഥനി തിരുവനന്തപുരം പ്രോവിൻസിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിശുദ്ധ കുർബാന രാവിലെ അർപ്പിക്കുവാനും പ്രിയപ്പെട്ട മദേഴ്സിൻ്റെ കബറിടത്തിൽ നിന്ന് അവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി പട്ടത്ത് പോകാനും ഒക്കെ ഇടയായത്. പ്രിയപ്പെട്ട മദേഴ്സ്, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. പട്ടം കത്തീഡ്രലിൽ നിന്ന് ആദ്യം വന്നത് ബഥനി ആശ്രമത്തിലേക്കാണ്, ബഥനി പ്രൊവിൻഷ്യൽ ഹൗസിലേക്കാണ്. കാരണം ഒരേ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട ആശ്രമത്തിലെ വൈദികരും സിസ്റ്റേഴ്സും വർഷങ്ങളായിട്ട്, എന്ന് പറഞ്ഞാൽ 1919 മുതൽ ബഥനി നിങ്ങളാൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി, ഭൗതികമായി ഒക്കെ നിങ്ങളുടെ വലിയ സ്നേഹം ഞങ്ങൾക്കെന്നും ശക്തിയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാർ ഞങ്ങളെ ഊഷ്മളമായിട്ട്, പ്രത്യേകിച്ച് സിറിലാനന്ദച്ചൻ്റെ ആ നേതൃത്വത്തിൽ ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. പുണ്യപിതാക്കന്മാരുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കത്തക്ക രീതിയിൽ അവർ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഞാൻ എല്ലാ YIC ഫാദേഴ്സിനെയും പ്രത്യേകമായി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പിന്നീട് ഉള്ള നമ്മുടെ യാത്ര പെരുപ്പൻകോട്, ആയൂര്, വാളകം, ചെങ്ങന്നൂർ, തിരുമൂലപുരം മഠം, ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചത്. നമ്മളത് ലിമിറ്റ് ചെയ്തതാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പള്ളികളിൽ പ്രവേശിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഇവിടെ ഒരു 5 മണിയോടുകൂടിയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ആ വലിയ താല്പര്യവും ആഗ്രഹവുമാണ് പള്ളികളുടെ എണ്ണത്തിൽ ലിമിറ്റ് ഞങ്ങൾ എടുത്തത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളെ സ്വീകരിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ബഥനി സന്യാസിനി സമൂഹം സഭയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള വലിയ ബോധ്യം, ഞങ്ങളുടെ സ്ഥാനം സഭയിലാണ്, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ ഉൾച്ചേർക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം ബഹുമാനപ്പെട്ട വൈദികരെ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഞാൻ ഓരോരുത്തരുടെയും പേര് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ജോസ് കിഴക്കടത്തച്ഛന്, അതുപോലെ ജോൺ അരീക്കൽ അച്ഛന്, ജെയിൻ അച്ഛന്, അതിനുശേഷം ഇവിടേക്ക് വന്ന് തിരുമൂലയിലേക്ക് വരുമ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പുനക്കുളം അച്ഛനും, അതുപോലെ തന്നെ
തിരുമൂലപുരം ഇടവകയുടെ വികാരിയായിരിക്കുന്ന വർഗീസ് ചമക്കാലൈ അച്ഛനും അതുപോലെ തന്നെ ചെറിയാൻ കുരിശറി അച്ഛനും പ്രിയപ്പെട്ട അച്ഛൻ്റെ പേര് ഞാൻ ജിബിൻ അച്ഛനും ഒക്കെ നന്ദിയോടെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ബദനിയുടെ ആ ചൈതന്യം നിങ്ങൾ കെടാതെ സൂക്ഷിക്കാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ബലപ്പെടുത്തി. നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു, പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. തിരുവൂലപുരം മഠത്തിൽ ഇവിടെ വന്നപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് എന്നതിനേക്കാൾ ദീപശിഖയ്ക്ക് കിട്ടിയത്. ഞങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നറിയാം. ഇവിടേക്ക് ആണ് ഈ ദീപശിഖ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ഈ ദീപം നമ്മൾ രാവിലെ ലില്ലി ജോസ് പറയുകയുണ്ടായി, നമ്മളൊരു മുദ്രാവാക്യം ചൊല്ലാറുണ്ട്, മുണ്ടൻ മലയിൽ കത്തിച്ച ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. ഇന്നലെ ഞങ്ങൾ മുണ്ടൻ മലയിൽ പോയി അവിടുത്തെ പ്രത്യേകിച്ച് ഓർത്തഡോക്സിലെ വൈദികരെയൊക്കെ കണ്ട് അനുഗ്രഹമൊക്കെ നേടി. ഇന്ന് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ദീപശിഖ കത്തിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദീപശിഖ കെടാതെ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഈ ഭവനത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലും, പ്രത്യേകിച്ച് നമ്മൾ തിരുവല്ല സെൻറ്റ് ജോൺസ് കത്തീഡ്രലിൽ നമ്മൾ ശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വലിയ കൃപയോ നമ്മിൽ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മളെ തഴുകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരുക്കിയ എല്ലാ ക്രമീകരണത്തിനും, അത് പ്രത്യേകിച്ച് ഞാൻ മദർ ജോബ്സിക്കും അതുപോലെ ടീം മെമ്പേഴ്സിനും ഈ ഭവനത്തിലെ സുപ്പീറിയറായിരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റുഷസിനും മറ്റെല്ലാ സഹോദരിമാർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മളുടെ ഓരോ സ്റ്റേഷനുകളിലും പ്രത്യേകിച്ച് നമ്മുടെ പദയാത്രയെക്കുറിച്ച് സംസാരിച്ച സിസ്റ്റേഴ്സുണ്ട്, മദേഴ്സുണ്ട്. മദർ സാന്ദ്ര, സിസ്റ്റർ ലില്ലി ജോസ്, കീർത്തന, അതുപോലെ മദർ തേജസ്, മദർ ജോസ്ന, സിസ്റ്റർ സിൻസി, മദർ ജോബ്സി, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ക്രമീകരണത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേർന്നതിന് നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു സംരംഭത്തിന് ഒരുപാട് ത്യാഗമെടുത്തിയ ഒരാളാണ് സിസ്റ്റർ മഹിമ. സിസ്റ്റർ മഹിമയും സിസ്റ്റർ കീർത്തനയും ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രിയപ്പെട്ട സഹോദരിമാർ അതിൻ്റെ ഓരോ സ്റ്റേജിലും ബാനർ ശരിയാക്കുമ്പോഴും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഏറ്റവും മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ അവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ വേറെ ഞാൻ എവിടെയാണ് അത് പറയുക. പ്രിയപ്പെട്ട സിസ്റ്റർ മഹിമയും സിസ്റ്റർ കീർത്തനയും മറ്റേ കൂടെ ആയിരുന്ന സഹോദരിമാരെ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ്, നമ്മുടെ സാരഥികൾ, ഞാൻ ആദ്യം ഓർത്തു യൂത്ത് വരുമോ, അല്ലെങ്കിൽ ആരായിരിക്കും ഈ വണ്ടികളുടെ ഈ പ്രത്യേകിച്ച് ട്രാഫിക് ജാം രാവിലെ നന്നായിട്ട് തിരുവനന്തപുരം പട്ടണത്തിലുള്ള സമയത്താണ് ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞങ്ങളുടെ സാരഥികളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ അതായത് ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതിനും റോഡ് ക്രോസ് ചെയ്യുന്നതിനും ഒക്കെ സഹായിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാരഥികൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കല്ലിശ്ശേരിൽ ഞങ്ങളെ സ്വീകരിച്ച, പ്രത്യേകിച്ച് ഞങ്ങളോട് എപ്പോഴും ഉള്ള വലിയ ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ട MCYM-ലെ എല്ലാ അംഗങ്ങളെയും, അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട കുരിശുമൂട്ടിൽ അച്ഛനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ഈ ഒരു പ്രയാണത്തിൻ്റെ ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകിയത്, പ്രത്യേകിച്ചും പ്രാർത്ഥന ചിട്ടപ്പെടുത്തിയത്, അതുപോലെ സൂക്തങ്ങൾ ചിട്ടപ്പെടുത്തിയത് ബിജു സാറാണ്. ബിജു സാറിൻ്റെ അഭാവത്തിലും ഞാൻ ബിജു സാറിനെ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ദീപശിഖ കെടാതെ ഇവിടെ വരെ എത്തിച്ച 2 സഹോദരന്മാരുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസാണ് അവർ, ഉണ്ണിയും സുരേഷും. ഈ 2 സഹോദരന്മാരെയും മഠത്തിലെ ഏതൊരു കാര്യത്തിനും, പ്രത്യേകിച്ച് നാലാഞ്ചിറ മഠത്തിലെ ഏതൊരു കാര്യത്തിനും അവരുണ്ട്. അവരുടെ വലിയ ത്യാഗം
അത്രയും ദൂരം കൊണ്ടുവന്ന് ഉള്ള ചൂടൊക്കെ അടിച്ച് കെടാതെ ഞങ്ങളെ ഈ ഭദ്രദീപം ഏൽപ്പിച്ച നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. പിന്നീട് സിസ്റ്റർ യാഗ, സിസ്റ്റർ റോസ് ഇവരെല്ലാവരെയും പ്രസൂനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിലും അവരെ വീണ്ടും വീണ്ടും ഓർത്ത് നന്ദി പറയുകയാണ്. നമ്മൾ ചെങ്ങന്നൂർ ദേവാലയത്തിലെത്തിയപ്പോൾ ഇഗ്നാത്യൂസ് പിതാവ് അവിടേക്ക് കടന്നു വന്നു. ഞാൻ അന്നേരം ഓർത്തു, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് ഞാൻ അവിടെ കണ്ടത്. എനിക്കിത്തിരി സങ്കോചം ഉണ്ടായിരുന്നു പിതാവിനെ സമീപിക്കാൻ. കാരണം അവിടെ വരുന്ന കാര്യമൊന്നും ഞാൻ പിതാവിനോട് പറഞ്ഞിരുന്നില്ല, അച്ഛനോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിതാവ് ബഥനിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണ്. ഒരു വലിയ യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണ് അതുവഴി പിതാവ് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ധൂപപ്രാർത്ഥനയൊക്കെ നടത്തി പിതാവ് പോയത്. പിതാവിൻ്റെ ആ വലിയ സൗഹൃദം, പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സിസ്റ്റേഴ്സ് എപ്പോഴും പറയാറുണ്ട്, അതായത് ഏത് സിസ്റ്ററിൻ്റെ അമ്മയും അപ്പനും മരിച്ചാലും പിതാവ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വലിയ ബന്ധം സമൂഹത്തോടുള്ള ബന്ധം തന്നെയാണ്. അപ്പം പിതാവിൻ്റെ ആ വലിയ സാന്നിധ്യത്തിന്, പിതാവിൻ്റെ അഭാവത്തിലും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇവിടെ ജോർജ് തോമസ് അച്ഛൻ എൻ്റെയൊക്കെ ഗുരുവാണ്. ജോർജ് തോമസ് അച്ഛൻ പ്രത്യേകിച്ച് ഇവിടുത്തെ ചാപ്പളയിലാണ്. ഇവിടെ ഏത് കാര്യമുണ്ടായാലും, ഏത് കാര്യമെന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമായാലും സന്തോഷത്തിൻ്റെ വേളകളായാലും അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഞങ്ങൾക്ക് വലിയ ബലമാണ്. പ്രൊഫഷനും അതുപോലെ തന്നെ മറ്റെല്ലാ ശുശ്രൂഷകൾക്കും കൂടെ നിന്ന് ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ എല്ലാം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഏറെ വിലമതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ആശ്രമത്തിലെ എല്ലാ വൈദികരെയും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കണം. തിരുവല്ല രൂപതയിലെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ആരെയും തന്നെ ക്ഷണിച്ചില്ല. നിങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ശിഷ്യരാണ് ഇവരൊക്കെ, രണ്ടുപേര് പുറകെ ഇരിക്കുന്നവരൊക്കെ. എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ ഞാൻ ആരെയും ക്ഷണിച്ചില്ല. പ്രത്യേകിച്ച് ഓരോ പ്രോവിൻസിനും കൊടുത്തിരിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ 18-ാം തീയതിയിലെ കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാരണം നിങ്ങളാണ് എല്ലാം നിറവേറ്റി തരേണ്ടത്. പ്രത്യേകിച്ച് പുനക്കുളം അച്ഛൻ്റെ വലിയ നേതൃത്വവും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും മദേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനിയും ഞാൻ നന്ദി പറയാതിരുന്നത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. എൻ്റെ ടീം എന്ന് പറയും, ജനറൽ ടീമിന്, അതാണ് സിസ്റ്റർ ജോബ്സി എനിക്ക് മദർ ജോബ്സി എഴുതി തന്നത്. ജനറൽ ടീം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജനറേറ്റിലും അതുപോലെ എല്ലാ പ്രോവിൻസുകളിലും ദിവ്യകാരുണ്യ ആരാധന 13 മണിക്കൂർ നടത്തി. ഞങ്ങൾ പ്രാർത്ഥനയോടെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നത്. തീർച്ചയായിട്ടും കൂടെ നിന്ന് ബലപ്പെടുത്തുന്ന, സ്നേഹം കൊണ്ട് എല്ലാ കാര്യത്തിലും ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെ ശക്തീകരണവും ഒക്കെ എനിക്ക് നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനറൽ ടീമിലെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിലി ജോസ്, അതുപോലെ പ്രിയപ്പെട്ട സിസ്റ്റർ ചൈതന്യ, സിസ്റ്റർ കുസുമം, സിസ്റ്റർ രാജിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നന്ദിയല്ലാതെ വേറെ ഞാൻ എന്താണ് പറയുക എന്ന് തോന്നും. ഏത് ചെറുതും വലുതുമായ കാര്യത്തിലും അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ചുമതലയോടെ നിർവഹിക്കുവാൻ ഇത്രയും ആത്മാർപ്പണം ചെയ്യുന്ന ഒരു സഹോദരിയെ ദൈവം എൻ്റെ സെക്രട്ടറി ആയിട്ട് തന്നതിൽ ഞാൻ ഏറെ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ജനറൽ ടീമിലെ എല്ലാ അംഗങ്ങളെയും സ്നേഹത്തോടെ നന്ദിയോടെ ട്രീസ ഉൾപ്പെടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ വലിയ ആ ഒരു കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും സഹോദരിമാർക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട്, തമ്പുരാന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങളാണ് ബഥനി ഈ ഒരു കാലയളവിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. ഒന്ന്, സ്വയം നവീകരിക്കപ്പെടുക. സ്വയം നവീകരിച്ച്
മറ്റുള്ളവരെയും നവീകരിക്കുവാൻ, സഭയെ നവീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം കുറെ കൂടി ആഴമായിട്ട് ഉൾക്കൊള്ളുക. രണ്ടാമതായിട്ട് യുണൈറ്റ്, അതായത് ഐക്യത്തിൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ ശക്തരാകുക എന്നുള്ള ഒരു ബോധ്യം. അതുപോലെ തന്നെ ഇവാഞ്ചലൈസ്, അതായത് കൾച്ചേഴ്സിനെ, അതുപോലെ തന്നെ യേശുവിനെ അറിയാത്തവരെ, വിശ്വാസമില്ലാത്തവരെ, അവിശ്വാസികളെയും വിശ്വാസമുള്ളവരെയും ഒക്കെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കുക, സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ബഥനി സന്യാസിനി സമൂഹത്തോട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ വലിയ സഹകരണത്തിന്, സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിരുമുൻപാകെ ഒരിക്കൽ കൂടി ജീവിതത്തെ ഞങ്ങൾ പുനരർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം, ബഹുമാനപ്പെട്ട മദർ ജനറൽ മദർ ആർദ്രയാണ്. ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും ഒന്ന് കണ്ണോടിച്ചാൽ അവിടെയെല്ലാം മദറിൻ്റെ കണ്ണെത്തും. ഏത് കാര്യങ്ങളിലും നമ്മളോടൊപ്പമായിരിക്കും. സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. ബഹുമാനപ്പെട്ട മദർ ജനറൽ മദർ ആർദ്രയ്ക്ക് ഞങ്ങളുടെ ഏവരുടെയും നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. മാറിവാനിയസ് പിതാവ് കോറിയിട്ട പ്രാർത്ഥന. ലോകൈകനാഥ ജഗത് പിതാവേ, നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ലോകൈകനാഥ ജഗത് പിതാവേ, കരുണ തോന്നി ബഥനിയെ തൃപ്പാദപീഠമാക്കിയാലും ഇരുമ്പാണികളാൽ മുറിവേൽക്കപ്പെട്ട ആ പാദപത്മങ്ങളെ തന്നെ ഭക്തിപൂർവ്വം ചുംബിക്കുവാൻ ബഥനിയെ അവിടുന്ന് ആശീർവദിച്ചാലും സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിത്താഴ്ത്തിയ ആ തൃക്കാലുകൾ, കണ്ണുനീരിൽ കുളിച്ച ആ തൃപ്പാദങ്ങൾ, രക്തം പുരണ്ട ആ തൃക്കാലിണകൾ തിരുവുള്ളമുണ്ടായി ബഥനിയുടെ മൂർധാവിൽ എന്നെന്നും പതിക്കുമാറാകണമേ. തിരുമുറിവുകളിൽ ബഥനി ഇതാ സ്നേഹചുംബനം അർപ്പിക്കുന്നു. അനുകമ്പ തോന്നിയ രക്തസരകളിലൂടെ ബഥനിയെ അവിടുന്ന് സ്വാംശീകരിച്ചാലും ബഥനിയെ രൂപപ്പെടുത്തിയതും ബഥനി ലക്ഷ്യം വയ്ക്കുന്നതും എന്നും അവിടുത്തെ തിരുഹൃദയത്തിൽ വസിക്കുവാനാണല്ലോ. അവിടുത്തെ അനന്തകരുണയാലും നടത്തിപ്പിനാലും കഴിഞ്ഞ 100 വർഷങ്ങളായി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെയും വന്യമദേഴ്സിലൂടെയും ഞങ്ങളെ നയിച്ച് പരിപാലിച്ച വഴികളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഉപകരണമായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് മുന്നിൽ കണ്ട ഭാരത മാനസാന്തരവും അതിനതീതമായി ലോകം മുഴുവനിലും പോയി രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. ശതാബ്ദി നിറവിൽ പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സമർപ്പണത്തോടും അവിടുത്തെ വഴികളെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വീണ്ടും അവിടുത്തെ പാദാന്തികത്തിൽ ഞങ്ങളെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നയിച്ച് പരിപാലിച്ച അവിടുത്തെ കാര്യം എന്നും ബഥനി മക്കളായ ഞങ്ങളോടുകൂടി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വൈദികർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ചാപ്പലിനോടടുത്തുള്ള സിറ്റിംഗ് ഹാളിലും ഭക്ഷണമുറിയിലുമായിട്ട് ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ചാപ്പലിനടുത്തുള്ള ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സംബന്ധിച്ചിട്ടേ പോകാവൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ച് തമ്പുരാന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് യാത്രയാകാം. മദർ ജനറലായിരുന്ന മദർ ലിറ്റിൽ ഫ്ലവർ, പ്രൊവിൻഷ്യൽസ് സിസ്റ്റർ ഹൃദയ, സിസ്റ്റർ ദീപ, സിസ്റ്റർ സുഹൃത, ഇവരെല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകമായ വിധത്തിൽ നന്ദി പറയുന്നു.